ഹായ് ഫ്രണ്ട്സ്, ചില നിയമങ്ങൾ പാലിച്ച് കൃത്യമായ അച്ചടക്കത്തോടെ നീങ്ങിയാൽ നമുക്ക് ജീവിതത്തിൽ പലതും നേടാൻ സാധിക്കും എന്ന് നാം പൊതുവെ പല കോണുകളിൽ നിന്നും ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും അത് ഏറെക്കുറെ ശരിയാണ്. പ്രത്യേകിച്ച് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, അത് സ്റ്റോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഇതേപോലെ കൃത്യമായ റൂളുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫോളോ ചെയ്യേണ്ട ഒരു റൂളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 7531 റൂൾ എന്നാണ് അത് പറയുക. ആ റൂളിൻ്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ റൂളിൽ ആദ്യം കാണുന്ന 7 എന്ന നമ്പർ പ്രതിനിധീകരിക്കുന്ന 7 വർഷങ്ങളാണ്. അതായത് നമ്മൾ ഈക്വിറ്റി മാർക്കറ്റിൽ എത്ര കാലം നിൽക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 7 വർഷമെങ്കിലും അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കണം നമ്മളൊരു സ്റ്റോക്കിൽ ലോങ് ടേം എൻട്രി എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കറ്റ് ഗ്രോത്ത് എപ്പോഴും അത് ഹൈലി വളറ്റൈലാണ്. നമുക്കറിയാം, ഒരിക്കലും ഒരു നേർരേഖയിലല്ല അത് പോകുന്നത്. ഇപ്പോൾ ഈ വർഷം ഒരുപക്ഷെ നിങ്ങൾക്ക് 100% നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 100% ഒരു റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ അടുത്ത വർഷം ചിലപ്പോൾ ടോട്ടലി നെഗറ്റീവായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും ലഭിക്കുക. അതിൻ്റെ തൊട്ടടുത്ത വർഷം ചിലപ്പോൾ 0 റിട്ടേൺ ആയിരിക്കാം, ചിലപ്പോൾ വീണ്ടും നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു 5ാമത്തെ വർഷം പക്ഷേ ചിലപ്പോൾ തിരിച്ച് ഒരു ബുൾ റൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 100% റിട്ടേൺ അല്ലെങ്കിൽ 200% റിട്ടേൺ കിട്ടിയെന്നും വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ബമ്പർ റിട്ടേണുകളും വമ്പൻ തകർച്ചകളും നടന്ന ഒരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ അതുവരെ ഉണ്ടായ നിങ്ങളുടെ ലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങൾ ആവറേജ് ഔട്ടായിട്ട് ചിലപ്പോൾ ഒറ്റ വർഷം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ആ ഒറ്റ വർഷം കൊണ്ട് ചിലപ്പോൾ മൊത്തത്തിലുള്ള നിങ്ങളെ ലോസായി കിടക്കുന്ന പോർട്ട്ഫോളിയോ പച്ചകത്തി എന്ന് വരാം. അപ്പോൾ ഇതിനെയാണ് വാരൻ ബഫെ ഒരിക്കൽ പറഞ്ഞത്, ടൈം ഇൻ ദ മാർക്കറ്റ് ബീറ്റ്സ് ടൈമിംഗ് ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിനെ ടൈം ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ എത്ര കാലം നിൽക്കാൻ കഴിയും എന്ന് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ലോങ് റണ്ണിൽ മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് തന്നെയാണ് പോവുക എന്ന് നമ്മൾ ചരിത്രം സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്യും. നിഫ്റ്റിയുടെ കഴിഞ്ഞ 20 വർഷത്തെ റിട്ടേൺ നോക്കിയാൽ അത് 5 പ്രാവശ്യം ആനുവൽ റിട്ടേൺ നെഗറ്റീവാണ് നൽകിയത്. മറ്റൊരു 5 പ്രാവശ്യം ആനുവൽ റിട്ടേൺ ഒരു 5 to 6%, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് പോലും കിട്ടാതെ ഒരു 5 പ്രാവശ്യം 5 വർഷത്തെ ആനുവൽ റിട്ടേൺ അങ്ങനെയായിരുന്നു. അതായത് 20 വർഷങ്ങളിൽ ഏകദേശം 10 വർഷങ്ങൾ നിഫ്റ്റി അണ്ടർ പെർഫോം ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് FD റിട്ടേണിനേക്കാളും താഴെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിട്ടേണൊക്കെ നൽകിയിട്ടുള്ള വളരെ മോശം പെർഫോമൻസ് നടത്തിയ 10 വർഷങ്ങൾ ഈ 20 വർഷത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുന്നുണ്ടാവും. അതേസമയം മറ്റ് 10 വർഷത്തിൽ ചിലപ്പോൾ 20% റിട്ടേൺ നൽകിയിട്ടുണ്ട്, ചില സമയത്ത് 50% റിട്ടേൺ നൽകിയിട്ടുണ്ട്, ചില സമയത്ത് 75% റിട്ടേൺ വരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 വർഷങ്ങളിൽ വന്ന നഷ്ടം മറ്റേ പാതി 10 വർഷങ്ങളിൽ റിക്കവർ ചെയ്തിട്ട് നമുക്ക് നല്ല റിട്ടേൺ, ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആനുവൽ റിട്ടേൺ എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിഫ്റ്റി 12 മുതൽ 14% വരെ റിട്ടേൺ നൽകാറുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ആവറേജാണ്, അല്ലാണ്ട് എല്ലാ വർഷവും 12% 14% കിട്ടും അതിനർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 7 വർഷമെങ്കിലും മിനിമം ഒരു ഇക്വിറ്റി ഹോൾഡ് ചെയ്താൽ നമുക്ക് ആ ഒരു മാർക്കറ്റ് സൈക്കിളിനെ മറികടക്കാൻ കഴിയുമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് അതാണ്. അപ്പോൾ ഇവിടെ 7 വർഷം, അതായത് നമ്മളിവിടെ പറയുന്ന റൂളിൻ്റെ ആദ്യം കാണുന്ന ഈ 7 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ 7 വർഷം ഹോൾഡ് ചെയ്താൽ തീർച്ചയായും അത് പച്ചകത്താനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ നമ്പർ 5ആണ്. ഈ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷനാണ്. ഒരു 5 കാറ്റഗറിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഈക്വിറ്റി അല്ല അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഇതൊന്നുമല്ല, നിങ്ങളൊരു അസാധാരണ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഈ റൂൾ ഫോളോ ചെയ്യണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 5, ഉദാഹരണത്തിന് നിങ്ങളൊരു 5 അസറ്റുകളിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതെന്ന് കരുതുക. നമ്മൾ പൊതുവേ കേൾക്കാറുള്ളതാണ്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, എല്ലാ മുട്ടകളും ഒരു ബക്കറ്റിൽ നിക്ഷേപിക്കരുത് എന്നുള്ള ആ ഒരു കോട്ട് നമ്മൾ പലപ്പോഴും കേട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്ന ഈ 5 എണ്ണം. ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ 5 എണ്ണമായി.
ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോ ഇഷ്ടമല്ലെങ്കിൽ വേറെ അസറ്റ് ക്ലാസ് നോക്കാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഡെപ്റ്റ് ഫണ്ടുകൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം. പക്ഷേ മിനിമം ഒരു 5 കാറ്റഗറിയെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 5 സെക്ടറുകൾ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് IT സെക്ടർ സെലക്ട് ചെയ്യാം, FMCG സെക്ടർ സെലക്ട് ചെയ്യാം, റിന്യൂവബിൾ എനർജിയുടെ സെക്ടർ സെലക്ട് ചെയ്യാം, ബാങ്കിങ് സെക്ടർ സെലക്ട് ചെയ്യാം, ഓട്ടോ സെക്ടർ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിൽ ഏതെങ്കിലും ഉദാഹരണം നിങ്ങൾക്ക് FMCG സെക്ടർ ഇഷ്ടമല്ലെങ്കിൽ കെമിക്കൽ സെക്ടർ സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു 5 എണ്ണമെങ്കിലും മിനിമം ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ സാധ്യതയുള്ളത് മാർക്കറ്റ് ക്യാപ്പ് വൈസ് ഡൈവേഴ്സിഫിക്കേഷനാണ്. നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ETF ഇൻവെസ്റ്റ് ചെയ്യുക, റീറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഉള്ള ഒരു നമ്പറാണ് ഇവിടെ 5. മിനിമം 5 സ്റ്റോക്കുകളിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 5 അസറ്റ് ക്ലാസ്സുകളിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്ന ഈ ഡൈവേഴ്സിഫിക്കേഷൻ, ഈ രണ്ടാമത്തെ നമ്പർ. എന്നാൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷനും ഒരു പ്രശ്നമാണ്. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മളുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ 100-ലധികം സ്റ്റോക്കുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് കാറ്റഗറീസ് എപ്പോഴും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഈ രണ്ടാമത്തെ 5 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് നമ്പർ 3 ആണ്. ഈ നമ്പർ 3 ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലുണ്ടാവും. ഒന്ന്, നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് നന്നായിട്ട് കയറുമ്പോൾ അതിൽ കുറച്ച് ലാഭമെല്ലാം കാണുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം വരും. അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ സ്റ്റോക്ക് ചിലപ്പോൾ അതിഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നിരാശ വരും. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നത് തെറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ടാർഗറ്റിനനുസരിച്ച് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന്, ആ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വികാരത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആർത്തിയുടെ ഭാഗമായിട്ട് അത് ചെയ്യരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡിസ്കറേജിങ് ആണ്. നമുക്കറിയാം, കുറേ കാലം നമ്മളൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തു, യാതൊരു അനക്കവുമില്ല, വർഷങ്ങളായിട്ട് അനങ്ങാതെ കിടക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് മടുപ്പ് വരും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ആകാനുള്ള ടെൻഡൻസി വരും. നമുക്കൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും മറ്റൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇവിടെ പറയാൻ തോന്നും. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശാന്തമായിരുന്നിട്ട് ആ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുള്ള ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ പ്രോബ്ലംസ് പഠിക്കുക, അതിന് ഭാവിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള മുന്നേറ്റത്തിന് സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് പാനിക് സെല്ലിങ്. പാനിക് സെല്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ ബാഡ് ന്യൂസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിനെ പറ്റി വരുമ്പോൾ ഉടൻ തന്നെ പാനിക് ആവുക, നമ്മൾ ബേജാറായിട്ട് എല്ലാം തന്നെ വിറ്റ് ഒഴിവാക്കിയിട്ട് മാർക്കറ്റിനോട് വിട പറയുക. ഇതും നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് ഈ 3 മാനസികാവസ്ഥകൾ. ഒന്ന്, പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി. 2, ഒരു ഡിസ്കറേജിങ് ആയിട്ടുള്ള ടെൻഡൻസി വരിക. മൂന്നാമത്തത്, എന്തെങ്കിലും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പാനിക് സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇതും നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഏറ്റവും അവസാനമായി കാണുന്ന നമ്പർ 1, അതായത് 7 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 3 കഴിഞ്ഞു, നമ്പർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 സ്റ്റെപ്പ് അപ്പ് എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുക. അതിൻ്റെ അർത്ഥം, നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ ആ ക്യാപിറ്റൽ ചിലപ്പോൾ നിങ്ങൾ 1 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ആണെങ്കിൽ ഈ ക്യാപിറ്റൽ നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും അത് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളുടെ ഇൻകം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇൻകം എവറി ഇയർ ഒരു 10% വെച്ച് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലും അതിനാനുപാതികമായി വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 5% ഓരോ വർഷവും ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാം. ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ടിങ് എഫക്റ്റ് സ്റ്റോക്കുകളിലും നമ്മൾ പോർട്ട്ഫോളിയോയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ റൂളിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു കൃത്യമായ ധാരണ കിട്ടിയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ പോർട്ട്ഫോളിയോ നമ്മൾ കൃത്യമായ അച്ചടക്കത്തോടുകൂടി കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.